തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഹരിത ഓണം നടപ്പിലാക്കുക എന്നതാണ് ബിജെപിയുടെ ലക്ഷ്യമെന്ന് വി മുരളീധരൻ എംഎൽഎ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണാഘോഷകാലത്ത് മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. സന്നദ്ധ സംഘടനകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കും. ഹരിത ഓണം എന്ന ആശയം ലക്ഷ്യം വെച്ചുള്ള ലോഗോയ്ക്കും ടാഗ് ലൈനിനുമായി മത്സരം നടത്തുമെന്നും വി മുരളീധരൻ എംഎൽഎ പറഞ്ഞു. ഈ വർഷത്തെ ഓണാഘോഷം അതിന്റെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് ആദ്യ ഘട്ടം എന്നുള്ള നിലയിൽ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലും അതിനുശേഷം ബഹുമാന്യനായിട്ടുള്ള ടൂറിസം വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിലും ആണ് ആദ്യ യോഗങ്ങൾ നടന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഓണാഘോഷം ഏറ്റവും ആഘോഷപൂർവ്വം ഏറ്റവും ഭംഗിയായി മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടി നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ജില്ലയിലെ എല്ലാ എംഎൽഎമാരും ചെയർമാൻമാരായിട്ടുള്ള കമ്മിറ്റികളാണ് ഇത്തവണ ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള സബ് കമ്മിറ്റികളുടെ പ്രത്യേകത. അതിൽ സുരക്ഷയുടെ സബ് കമ്മിറ്റി ഒഴിച്ചു ബാക്കിയല്ല. സുരക്ഷയുടെ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ബഹുമാനായിട്ടുള്ള DGP-ആണ്. ബാക്കി എല്ലാ സബ് കമ്മിറ്റികളുടെയും ചെയർമാൻമാരും എംഎൽഎമാരാണ്. അതിൽ ഗ്രീൻ പ്രോട്ടോകോൾ എന്നുള്ള നിലയിൽ ഒരു ഹരിത ഓണം, അങ്ങനെയുള്ള ഒരു ഓണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ് കമ്മിറ്റി എന്നുള്ള നിലയിലാണ്, ആ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണുന്നത്.